ഈ ചർച്ച കാണുമ്പോൾ എനിക്ക് പറയാനുള്ളത് അതാണ്. നമ്മൾ ഇതിനെയൊക്കെ അതിജീവിക്കും. ഇതിനെയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. 2014 മുതൽ ഇത്തരത്തിലുള്ള പല പ്രതിസന്ധികളെ നമ്മൾ അഭിമുഖീകരിക്കുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് വ്യക്തമാകുന്നുണ്ടല്ലേ? തുടക്കത്തിൽ ഷാബു പ്രസാദും ബഹുമാനപ്പെട്ട ഹാഷ്മി താജ് ഇബ്രാഹിം തമ്മിലുള്ള ആ ചർച്ച, അതിൽ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് എടുത്തുന്നയിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കലാവിഷ്കാരം, ആവിഷ്കാര സ്വാതന്ത്ര്യം. ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഏകപക്ഷീയമായി പോകരുത് എന്നുള്ള എൻ്റെ അഭിപ്രായം. ഷാബു പ്രസാദ് ഹൃദയം തുറന്നൊന്ന് കേട്ടാൽ ആ കാര്യങ്ങൾ മനസ്സിലാകും. ഈ ചർച്ച ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ആശയത്തിന്റെ പ്രതിനിധിയാകുമ്പോൾ ആ ആശയത്തെ എങ്ങനെയും പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട ഷാബു പ്രസാദ് പറയുന്നതാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രഷർ കൂടേണ്ടി വരുന്ന ഒരു ദുർഘട സാഹചര്യമാണ്. അതേസമയത്ത് ഒരു സ്വതന്ത്രമായി മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂതകാലം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇപ്പം ഏറ്റവും അടുത്ത് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പാടില്ല എങ്കിൽ എത്ര സ്ഥലത്താണ് അതിന് കത്തിവെച്ചത്? ഇങ്ങനെ തുടങ്ങി എത്ര ഹാഷ്മി താജ് ഇബ്രാഹിം എണ്ണി പറഞ്ഞു നമ്മുടെ സിനിമകളിലുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്തതും സെൻസർ ബോർഡ് അതിന് അനുമതി കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാനൊരു വിഷയത്തിലേക്ക് വരാം. ഈ കലയും സാഹിത്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന്റെ വർത്തമാനം പറയുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമ്മുടെ വർത്തമാന കാലഘട്ടത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയിൽ നമ്മളൊരു സമൂഹം എങ്ങനെയാകണമെന്ന ഒരു വലിയ മെസ്സേജ് കൊടുക്കുന്നതാണ് സിനിമ എന്നുള്ളത്. ആ സിനിമ സത്യത്തിൽ ഒരു സമൂഹത്തിലേക്ക് ആളുകൾ അതിന്റെ മനോഹാരിതയിൽ കാണാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ സമൂഹത്തിനിടയിൽ ഇപ്പൊ ട്രീസർ മാത്രം നോക്കിയാൽ മതി. കേരള സ്റ്റോറിയുടെ ബീഫ് വായിൽ കുത്തി കയറ്റി കൊടുക്കുന്നൊരു സംഭവം നിഷ്പക്ഷമായി ഷാബു പ്രസാദ് ഈ ചാനൽ ചർച്ചയെല്ലാം കഴിഞ്ഞ് സ്വതന്ത്രമായി രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യത്തെ ഒന്ന് അനലൈസ് ചെയ്യണം. എവിടെയെങ്കിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഇനി പോട്ടെ, ഒരു സ്വബോധമില്ലാത്ത ഒരു ഭ്രാന്തനായ ഒരു മുസൽമാൻ, അയാൾക്ക് സ്വബോധമില്ലാതെങ്കിലും ഏതെങ്കിലും ഒരു ബീഫ് കഴിക്കാത്ത മനുഷ്യന്റെ വായിലേക്ക് ബീഫ് കുത്തിക്കയറ്റിയ ഒരു സംഭവം ജന്മഭൂമിയിലെങ്കിലും ജനൻ ടി വിയിലെങ്കിലും അങ്ങനെ ഒരു വാർത്ത വന്നത് ഷാബു പ്രസാദ് സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. ഈ ബീഫും മുസൽമാനുമായിട്ട് എന്ത് ബന്ധം? മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇസ്ലാം മത വിശ്വാസിക്ക് എന്തെല്ലാം കാര്യങ്ങൾ അനുവർത്തിക്കാനുണ്ട്. ഇസ്ലാമും ബീഫുമായിട്ട് എന്ത് ബന്ധം? പലപ്പോഴും അങ്ങനെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. ഇസ്ലാമിൽ ഒരു മനുഷ്യൻ കഴിക്കുന്ന ആഹാരം ഹലാലാവണമെന്ന് മാത്രമേ ഉള്ളൂ. ചുറ്റുവട്ടത്തുള്ളവരൊക്കെ കഴിക്കുന്നതൊക്കെ ഹലാലാകണം, അങ്ങനെ ആക്കണം എന്നൊരു നിർബന്ധമില്ല. അവൻ കഴിക്കുന്നത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയതും അതുപോലെ തന്നെ അവനിക്ക് മറ്റുള്ളവർ വകവെച്ചു കൊടുത്തതുമായ ആഹാരം കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റൊരാളെ വായിൽ കുത്തിക്കയറ്റി കൊടുക്കലോ അല്ലെങ്കിൽ മറ്റൊരാളെ ആഹാരത്തിൽ പന്നിമാംസം, അതിന്റെ ഇടയ്ക്ക് ചർച്ച വന്നാണ് പന്നിമാംസം. എവിടെങ്കിലും ആരെങ്കിലും ഒക്കെ പന്നിമാംസം കഴിക്കുന്നതോ ആരെങ്കിലും വായിൽ കുത്തിക്കയറ്റി അല്ലെങ്കിൽ ആരെങ്കിലും ഈ പന്നിമാംസം കഴിച്ചതിന് പേരിൽ ആക്രമിക്കുകയോ ഇവിടെ സ്റ്റാലിടാൻ പാടില്ല അങ്ങനെ തുടങ്ങി എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ലോകത്തിൽ തന്നെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ട്. ദുബായിലൊക്കെ പല മാളുകളിലും പന്നിമാംസം അനുവദനീയമാണല്ലോ, അവർക്ക് കഴിക്കുന്ന ആളുകൾക്ക് ഉപയോഗിക്കാമല്ലോ, ഇസ്ലാമിക കൺട്രീസ് വരെ. അപ്പൊ ഇങ്ങനെയൊക്കെ നന്നായി പോകുന്ന ഒരു നാട്ടിൽ പച്ചക്കള്ളം പറഞ്ഞ് പ്രചരിപ്പിച്ച് സമൂഹത്തിനിടയിൽ വലിയൊരു വെറി ഉണ്ടാക്കുന്നത് വഴി എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇനി രണ്ടാമത്തത്, ഈ കേരള സ്റ്റോറിയുടെ സന്ദേശം ഇപ്പം മതപരിവർത്തനമാണല്ലോ നമ്മുടെ നാട്ടിൽ ചർച്ച. നോക്കൂ, നിങ്ങൾ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഘടന 100 വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് തടയിടാൻ ആത്മീയമായ രൂപത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനാ ബലം കൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചില്ലേ? ഈ തെറ്റിദ്ധാരണ, ഈ കള്ളം, ഷാബു പ്രസാദ് സാറിന് പോലും അറിയാം ഇത് 100% കള്ളമാണ് എന്നുള്ളത്. ബീഫ് കുത്തിക്കയറ്റി കൊടുക്കുക നിർബന്ധമായി ഇങ്ങനെ മതപരിവർത്തനം നടത്താൻ പറ്റും. കേരളത്തിലെ ഹൈക്കോടതി പറഞ്ഞു അങ്ങനില്ല. ഉദാഹരണം പറഞ്ഞാൽ രാജ്യത്തിന് സുപ്രീം കോടതി പിടിച്ചുകൊണ്ട് നീ ഹിന്ദു മതം സ്വീകരിക്കണം എന്നൊരാൾ പറഞ്ഞെന്ന് വിചാരിക്കുക. അയാൾ എന്നെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി, ഞാൻ തൊഴുതെന്ന് വിചാരിക്കുക. അയാൾക്ക് എങ്ങനെ എന്നെ ഹിന്ദു മത വിശ്വാസിയാക്കാൻ പറ്റും? ഇനി ഈ ഇരിക്കുന്ന രാഹുൽ ഈശ്വറിനെ തന്നെ ഞാൻ ഇങ്ങനെ സോപ്പിട്ട് പല കാരണങ്ങളെയും പറഞ്ഞ് പിന്നീട് ഭീഷണിപ്പെടുത്തി നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറഞ്ഞാൽ നിസ്കരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ മനസ്സിൽ ശ്രീകൃഷ്ണനും മറ്റു ഭഗവാന്മാരുമാണെങ്കിൽ അയാൾ അങ്ങനെ മുസ്ലിം ആകുക? വിശ്വാസം എന്നത് മനുഷ്യന്റെ ഹൃദയത്തിലുള്ള സംഗതിയില്ല. പിന്നെ അങ്ങനെ ഒരു മനുഷ്യൻ ഒരു നിർബന്ധ മതപരിവർത്തനം എന്ന് പറഞ്ഞ സാധനം തന്നെ അപ്രസക്തമാണ്, അടിസ്ഥാനരഹിതമാണ്. അതുപോലും നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിശൂന്യമായ അഭിപ്രായം മനസ്സിലാവും. പിന്നെ 3 പേര്, ഇപ്പൊ രാഹുൽ ഈശ്വർ എടുത്ത് പറഞ്ഞൊരു വിഷയമാണ്, 3 പേര് നമ്മുടെ നാട്ടിൽ നിന്ന് സിറിയയിലേക്ക് പോയെന്ന് പറയുന്നു. ഈ നാട്ടിൽ നിന്ന് അങ്ങനെ പല ആളുകളും പല സ്ഥലത്തും പോയിട്ടുണ്ട്. ഇപ്പൊ തിരുവനന്തപുരത്ത് ചെറുപ്പക്കാരികളായ 2 പെൺകുട്ടികളും ഒരു യുവാവും കൂടി ഉത്തരാഖണ്ഡിൽ പോയി. എന്തിനു വേണമെന്നറിയോ? മോക്ഷം കിട്ടുമെന്ന് ഒരു ജ്യോത്സ്യൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ പോവുകയും സൂയിസൈഡ് ചെയ്യുകയും പിന്നീട് ആ വാർത്ത ഭയങ്കര സംഭവമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വന്നു. പക്ഷെ ഒരു ദിവസത്തെ ആയുസേ അതിനുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ടൈം ഓഫ് ഇന്ത്യ കൊടുത്തൊരു വാർത്ത, മധ്യപ്രദേശിൽ മാത്രം 1.25 ലക്ഷം സ്ത്രീകളാണ് മിസ്സിംഗ്. അതിൽ 50,000 പേരെ കുറിച്ച് ഒരു വിവരവുമില്ല. ഡൽഹിയിൽ 15 ദിവസത്തിനിടെ 800 പെൺകുട്ടികളാണ് മിസ്സായിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പല കോണുകളിൽ അങ്ങനെ പെൺകുട്ടികൾ മിസ്സാകുന്നുണ്ട്.
ഇവിടെ 3 പെൺകുട്ടികൾ മിസ്സായിട്ടുണ്ട് എങ്കിൽ അതൊരു മതത്തിന്റെ തലയിൽ വരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഇവിടെയുള്ള മുസ്ലിം സമൂഹം മുഴുവൻ അവന്റെ ഉത്തരവാദിത്തം പറയണം. മുസ്ലിമുകളാണോ അതിന്റെ പ്രതി? ഇപ്പൊ എന്റെ വീട്ടിൽ എനിക്ക് 2 പെൺകുട്ടി 1 ആൺകുട്ടിയാണ്. അവരാരും എവിടെ പോയിട്ടില്ല. ഇങ്ങനെ ഇത്രയും ഇവിടെ പോകാതിരിക്കുന്നവരെ കുറിച്ച് ചർച്ച ചെയ്യണ്ടേ? പോകാതിരിക്കുന്നവർക്ക് പോകാതിരിക്കാനൊരു കാരണം ഉണ്ടല്ലോ, അതും ചർച്ച ചെയ്യപ്പെടണമല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ ഈ രാജ്യത്ത് ജീവിക്കുന്നവർ, ഇവിടെ സമാധാനത്തോടെ എക്കാലത്ത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഏതെങ്കിലും 1-2 വിഷയങ്ങൾ പറഞ്ഞു രാഹുൽ സ്ഥിരമായി പറഞ്ഞൊരു സംഗതിയുണ്ട്, ഈ ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കാൻ വേണ്ടി ഒരു അപരനെ സൃഷ്ടിക്കുക. ആ അപരനെ സൃഷ്ടിക്കൽ മാത്രമാണ് ഇതല്ല. സിനിമ കൊണ്ടുവരുന്നു. നിങ്ങൾ ക്രിയാത്മകമായി മനുഷ്യരോട് മഹനീയമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഈ സമൂഹത്തെ ഏകീകരിക്കാൻ കഴിയുമോ? ഇപ്പൊ ഏകതാ സമ്മേളനം നടക്കുന്ന RSSന്റെ കീഴിൽ എന്തെങ്കിലും നന്മ പറഞ്ഞിട്ട് ആ സമൂഹത്തെ ഉദ്ധരിക്കാൻ കഴിയുമോ? അതേ മുസ്ലിം വരുന്നു, നിങ്ങൾ സൂക്ഷിക്കണം. മുസൽമാൻ നമ്മുടെ പെൺകുട്ടികൾ തട്ടിക്കൊണ്ട് പോകുന്നു. മീനച്ചിൽ PC ജോർജ് പറഞ്ഞു മീനച്ചിൽ നിന്ന് 3000-ഓളം വരുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു അടിസ്ഥാനമുണ്ടോ? മീനച്ചിൽ നിന്ന് 3 പെൺകുട്ടികൾ പോയിട്ടുണ്ടോ? മീനച്ചിൽ ഇതെല്ലാം ഇവിടെ പറയുന്നത് എന്തിനു വേണ്ടിയാണ്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.